ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നു പണ്ടിളങ്ങോളം കൂട്ടിൽ. ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. താങ്ക് യു. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നല്ലവരായ മനുഷ്യർ എല്ലാവരും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമസ്കാരവും 2025 ഓണാശംസകൾ നേരുന്നു. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഒരു നിമിത്തമെന്നോണം ഞാൻ പറയട്ടെ, ഇതൊരു നിമിത്തമാണ്. വളരെ സന്തോഷമുണ്ട് ഇതിന്നിവിടെ പങ്കിടുന്നതിന്. എൻ്റെ ജീവിതത്തിൽ 69 വയസ്സ് അവസാനിക്കുന്ന ദിവസമാണ് നാളെ. അതിന് ഈ വേദിയാണ് ആദ്യമായിട്ട് എനിക്കിത് പറയാൻ കിട്ടുന്നത്. നിങ്ങളുടെ അനുഗ്രഹം വേണം. ഇനിയും സപ്തതിയിലേക്ക് ഇനിയും 30 വർഷമെങ്കിലും ശരിക്കും നിങ്ങളുടെ ബ്ലെസ്സിങ്ങോട് കൂടിയിട്ടുണ്ടാവും. അധികം സംസാരിക്കില്ല കേട്ടോ, എനിക്ക് കഴുത്ത് ഇവിടെ പെടലി ഒഴുകിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് സംസാരിക്കണം. ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഇതിനു മുമ്പ് ഇദ്ദേഹവുമായിട്ട് ഞാനൊരു വേദി പങ്കിട്ടിട്ട് ഏതാണ്ട് 1 വർഷം തികയാൻ പോകുന്നു. അന്ന് മറ്റൊരു വെനുവാണത്. അന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും അടിവരയിട്ട് ഇവിടെ ഉറപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും ഒരു പാളിച്ച കൂടാതെ അദ്ദേഹം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു രാഷ്ട്രീയ ബന്ധമല്ല, ഒരു സാഹോദര്യത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ, അതിൽ കവിഞ്ഞൊരു ശൈലികൂടെ സംഗീതത്തിൻ്റെ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. 40 വർഷം. അദ്ദേഹം എന്ന വ്യക്തിയെ ഞാൻ അത്രയധികം ഇന്നല്ല 40 വർഷമായിട്ടും അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം ചെയ്തു വരുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ഇന്ന് ചെയ്യുമ്പോൾ അതിന് പല കാരണങ്ങളും നമ്മൾ ചൂണ്ടിക്കാണിക്കും. പക്ഷെ ഇത് ഇന്ന് ദിവസം ചെയ്തു തുടങ്ങിയതല്ല, പല വർഷമായി അദ്ദേഹം ഇതിലേക്കൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ ഇന്ന് ചെയ്യുന്നേ ഉള്ളൂ. അതിനൊരു സൗകര്യം കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അധികാരത്തിലിരിക്കുന്ന എല്ലാവരും ചെയ്യുമ്പോൾ അത് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അതേപോലെ ഇവിടെ ഇദ്ദേഹം മിനിസ്റ്ററാണ്. ഓക്കെ, അദ്ദേഹത്തിനെ കൊണ്ട് ഒരു മനുഷ്യന് അവൻ്റെ കഴിവ്, ദൈവം തന്നിരിക്കുന്ന കഴിവ് വെച്ച് ചെയ്യാനുള്ള കുറേ പരിമിതികളുണ്ട്. സമയം വേണം. അദ്ദേഹം പറഞ്ഞു ഒരു 100 കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഒറ്റയടിക്ക് 100 കാര്യം ചെയ്യാൻ പറ്റില്ല. കുറച്ച് 25 ചെയ്യും, പിന്നെ 25 ചെയ്യും 50 ആവും, പിന്നെ 75 ആവും. അങ്ങനെ പതുക്കെ ചെയ്ത് തീർക്കേണ്ട കാര്യമാണ് ഈ കാലയളവിൽ. 5 വർഷമുണ്ട്, 1 വർഷമായിട്ടില്ല. അതിനുള്ളിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെയ്തിട്ട് ഇതൊക്കെ നമ്മൾക്ക് സ്വന്തമായിട്ട്, ഞാൻ ആരെയും കുറ്റം പറയല്ല, നിങ്ങളിവിടെ ഇരിക്കുന്നവർക്ക് ഇതറിയാം, ഞാൻ എല്ലാവരോടും പറയാണ്. ഇത് അദ്ദേഹം എന്നല്ല, ഏതൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്കും, ഒരു രാജാവിനാണെങ്കിൽ പോലും എല്ലാ ജനങ്ങളെയും ഒറ്റ ദിവസം ഒരു ഒറ്റ നിമിഷത്തിൽ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. എല്ലാവർക്കും അവരുടെ കാര്യമാണ്. ഈ ഞാൻ ഇഷ്ടപ്പെട്ട കാര്യം, ഞാൻ ആവശ്യപ്പെട്ട കാര്യം, ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു തന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയേണ്ട കാര്യം, അത് ചെയ്ത് തരപ്പെടും. അതിനൊക്കെ ഒരു സമയം നമ്മൾ കണ്ടുകൊടുക്കണം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കാൻ പാടില്ല.
അതുകൊണ്ട് അത് അദ്ദേഹം ചെയ്യുന്നത് ഞാൻ പറയും, അദ്ദേഹം ഒരു മിനിസ്റ്റർ ആയതുകൊണ്ട് ചെയ്യുന്നതല്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്തരം കാര്യങ്ങൾ, മനുഷ്യരെയാണ് അദ്ദേഹം സ്നേഹിക്കുന്നത്, മനുഷ്യനായിട്ടാണ് അദ്ദേഹം സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തികളെ നമ്മൾക്ക് ഇവിടെ കണ്ടു കിട്ടാൻ പറ്റില്ല, വളരെ ചുരുക്കം. ഞാനിത് എന്റെ ഹൃദയം തുറന്ന് പറയുന്ന കാര്യമാണ്. കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം പോലും ചിലപ്പോൾ പറയും, ഇല്ല അത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ അത്രയൊന്നുമല്ല. ആണ്, അത് ജന്മനാൽ കിട്ടുന്ന, ദൈവം കൊടുക്കുന്ന ഒരു വിശിഷ്ട കഴിവാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ചെയ്യാനുള്ളത്. ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇനി ഒരു ഉദാഹരണം കൂടിയും പറയാം. അത് ഇവിടെ അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് തോന്നുന്നില്ല, ഞാൻ പറയും. ഞാൻ വ്യക്തിപരമായിട്ട് ഇതിനുള്ളിൽ എന്തെന്നാ പറയാ, അതിന് വേറൊരു ഭാഷയുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നോട്ടം. അതായത് വ്യക്തിപരമായ എൻ്റെ ഒരു കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞു. എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് ഞാനിത് ചെയ്യത്തില്ല. അപ്പൊ സാധാരണ രീതിയിൽ എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര വിദ്വേഷവും വെറുപ്പും, അദ്ദേഹം എന്തൊരു നന്ദിയില്ലാത്ത മനുഷ്യനാണെന്ന് ചിന്തിക്കുകയല്ല ചെയ്യുന്നത്. എനിക്ക് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം ഇരട്ടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു സമൂഹത്തിന്റെ കാര്യം പറയാം, ഞാൻ ചെയ്യാം. ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു കേന്ദ്രമന്ത്രിയാണ്, പൊതുവായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, പൊതുവായ കാര്യങ്ങൾ ചെയ്യും, ഇൻഡിവിജ്വലായിട്ടല്ല ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെ, എനിക്കത് യാതൊരു വിഷമമില്ല, സന്തോഷമേ ഉള്ളൂ, എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഇങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ വാങ്ങിക്കാൻ വേണ്ടി പറയുന്നില്ല. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ തുറന്നു പറയുന്നു. ഇത് അദ്ദേഹം മാത്രമല്ല, ഇങ്ങനെ നല്ലത് ചെയ്യുന്ന ഏതൊരു വ്യക്തിയെ കുറിച്ചും ഞാനിത് ലോകാവസാനം വരെ, ഇപ്പൊ 70 വയസ്സായി, 100-ാം വയസ്സിൽ തന്നെ ഞാൻ പറയും, പ്രോത്സാഹിപ്പിക്കുകയല്ല, അവരെ അഭിനന്ദിക്കണം. അത് ഒരാൾ അഭിനന്ദിച്ചാണ് ഇനിയുള്ളവരെല്ലാം ഇത് കണ്ടത് മാതൃകയായിട്ട് എടുക്കണം. നമുക്കൊരു കുറേ സുരേഷ് ഗോപിമാരെ നമുക്ക് കിട്ടിയാൽ നമ്മുടെ ലോകം, നമ്മുടെ കേരളം നന്നാവും എന്ന് ഞാൻ പറയുന്നു. അദ്ദേഹത്തിന് മനസ്സുണ്ടാവും, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ള മനസ്സ്, അവിടെയാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രഭാഷണം ഞാനിവിടെ നിർത്തുകയാണ്. നന്ദി. അദ്ദേഹത്തിനെ ഞങ്ങൾ ആദ്യമായി പരിചയപ്പെടുമ്പോൾ അദ്ദേഹം എന്നെ നേരിട്ട് വന്ന് പറഞ്ഞത്, ആദ്യമായിട്ടാണ് ആ പാട്ടിന് ഒരു അവാർഡ് കിട്ടുന്ന പോലെ അദ്ദേഹം വന്ന് അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജനുവരി ഓർമ്മ, ഏതൊരു പടത്തിൽ അഭിനയിച്ചതിന്റെ അതിന്റെ പ്രിവ്യൂ കാണാൻ വരുന്ന നേരത്തെ ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഈ പാട്ട് കേട്ടിട്ട് പറഞ്ഞു, ആ പാട്ട് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞു. നല്ല പാട്ടുകാരനുണ്ടല്ലേ നമ്മുടെ വലിയ അത് നിങ്ങൾ പാടേണ്ടി വരും. എനിക്ക് പെട്ടെന്ന് ഞാൻ ഡിഫറെന്റ് ഒരു ട്രോമയിലാണ്, അതുകൊണ്ട് ഞാൻ പല പാടിയാണ്. സോറി. ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നു പണ്ടിളങ്ങോളം കൂട്ടിൽ ഒരു കഥ പറയാം, ഈ പുല്ലാ